രാത്രി വന്നിട്ട് ചെയ്തിട്ടുണ്ടോ? സൈബർ സെൽ കൊടുത്ത് ടവർ നോക്കി അതെ അതെ ആർത്തേക്ക് പോയിക്കോ ആർത്തേക്ക് ഇതപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമ്മള് 11 മണിക്ക് കൊടുത്താൽ മതി. कैसे बेर का अब व्हाट्सएप में मैसेज आएगा पर ഇവന്നിട്ടുണ്ട് ആരെ ജെസിമിനെ ഇപ്പോൾ അയക്കൂല പിന്നെ ഒരു 5-6 ദിവസമായിട്ട് നമ്മളൊരു സൗഹൃദ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് പിന്നെ നമ്മുടെ നാട്ടും പുറത്തുള്ള ഒരു 10-15 ആളെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മതപരമായ ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾക്ക് ഭാഗമായിട്ട് ചെറിയ 1-2 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത ഭാഗമായിട്ട് പിന്നെ ചോദ്യോത്തര സെഷൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട്, അത് ഞാനൊരു എന്താ പറയുക പബ്ലിക്കിൽ പറഞ്ഞല്ല, നമ്മൾ ചുരുങ്ങിയ ഒരു 10-15 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ പറഞ്ഞ് 1-2 ക്ലിപ്പുകൾ എടുത്തിട്ട് പുറത്തിട്ടിട്ട്, അതായത് ഏകദേശം ഇനി എത്താനുള്ള സ്ഥലമൊന്നുമില്ല ആ രീതിയിൽ എത്തിച്ചിട്ട് എനിക്കെതിരെയുള്ള
നല്ല രീതിയിലുള്ള ഭീഷണിയും വാട്സപ്പ് വഴികളെ പിന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയും ബഹിഷ്കരിക്കാൻ വേണ്ടിയും പിന്നെ കുറേ ഫത്വകളും എന്നെ എന്താ പറയേണ്ടത് വെച്ചാൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ വേണ്ടിയും ജോലി സംബന്ധമായിട്ട് അവനെ വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിയും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയുള്ള രീതിയിലെല്ലാം ഒരാഴ്ചയായിട്ട് എനിക്ക് ഒരു 4 ദിവസമായിട്ട് കൃത്യമായിട്ട് ഞാൻ ടൗണിൽ ഇറങ്ങലില്ല. ഞാൻ ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പരാതി വരെ എനിക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് ആ ഒരു രീതിയിൽ വീട്ടിൽ നിന്ന് വിടുന്നുമില്ല. അപ്പം ആ വീട്ടിൽ നിന്ന് വിടാത്തൊരു അവസ്ഥയിൽ പിന്നെ ഞാനിങ്ങനെ അത് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നിരുന്നു. അപ്പോൾ തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ നല്ല ഉറക്കലിരുന്നു. പോലീസ് വിളിച്ചിട്ടും ഇവിടെ പോലീസാണ് ആദ്യം ഇവിടെ കത്തിയ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഫയർഫോഴ്സിൽ വന്ന് അണച്ചതിന് ശേഷം പോലീസ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ പുറകിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും എന്ന് വെച്ചാൽ അത് ആ രീതിയിൽ തന്നെയാണ് എന്നോട് ആൾക്കാർ പ്രതികരിച്ചതും. നിൻ്റെ ബിസിനസ് പരമായിട്ട് ഇനിയുള്ള മുന്നോട്ട് പോക്ക് വളരെ അബദ്ധമാണ്, നിന്നെ ആ രീതിയിൽ പിന്നെ പ്രതികരിക്കും. പിന്നെന്ന് വെച്ചാൽ എല്ലാ തരത്തിലും, അതായത് ശാരീരികമായിട്ട് എൻ്റെ കയ്യിൽ ഓഡിയോ ക്ലിപ്പും വീഡിയോ ക്ലിപ്പും ഫോട്ടോസും വാട്സപ്പിൽ എനിക്കെതിരെ പ്രചരിച്ച എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതെന്താണെന്നില്ല ഞാൻ പിന്നെന്താ പറയേണ്ടത്, എവിടെ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ സ്ഥലത്തും എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളും എൻ്റെ വൈഫും എൻ്റെ ആരും ഒരാളും വീട്ടിലിറങ്ങാത്ത രീതിയിൽ ഇവർ ഒരു തരത്തിൽ എത്തിച്ചു ഈ സംഭവത്തിന്. ഇപ്പം ഈ കാണുന്ന എന്താ പറയേണ്ടത്, ഇതിലിപ്പം ഒരു സാധനം എടുക്കാനില്ല. ഇത് ഏകദേശം ഒരു പിന്നെ ഞാനൊന്നും അതിൻ്റെ കണക്കൊന്നും എടുത്തിട്ടില്ല, എനിക്കൊന്നും അതിൻ്റെ രീതിയിലുള്ള ഒരു പിന്നെ കണക്കൊന്നും എടുത്തിട്ട് ഒരു 10 റുപ്യ ഒരു 10 ലാഖിൻ്റെ അടുത്തോളം എന്തായാലും ആ രീതിക്ക്. പക്ഷേ കണക്കെടുക്കട്ടെ, ഇപ്പോൾ എന്താ പറയേണ്ടത്, എനിക്ക് അതിലൊരു മാനസികാവസ്ഥയിലല്ല. പിന്നെ ഏകദേശം ഒരു പിന്നെ 2:30 മണിക്കായിരുന്നു ഞാൻ അറിഞ്ഞത്, 2:30-3 മണിക്ക് അറിഞ്ഞത് പോലീസ്. പക്ഷെ അതിന് മുന്നേ എത്ര മണിക്കാണ് ഇത് ഫയർഫോഴ്സ് അണച്ചു പോയതൊന്നും ഞാൻ അറിയില്ല. ഞാൻ 2:30-3 മണിയാകുമ്പോഴേ എന്നെ വിളിച്ച് പറഞ്ഞത്. ഫേസ്ബുക്ക് കൂട്ടായ്മ തന്നെ ആയിരിക്കണം. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ആ രീതിയിലുള്ള ഭീഷണി ഉണ്ടല്ലോ, എനിക്ക് ഭീഷണി പിന്നെ നെറ്റ് കോളിലും അല്ലാത്തയും ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതിപ്പോൾ ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ ശാരീരികമായിട്ടുള്ളൊരു പ്രതി ആ ഒരു ആക്രമിക്കുന്ന തന്നെ എന്നോട് ഫോൺ വിളിച്ചിട്ട് ഇന്നലെ രാത്രി വരെ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ എന്നെ ഇതാക്കും, നിന്നെ വിടൂല, ആ രീതിക്ക് നീ ആരാ. ഞാൻ ശരിക്കും പറഞ്ഞാൽ